2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇങ്ങനെ പാടിയ കവിക്ക് നമസ്കാരം. ഇന്നലെ വരെ നായകന്മാരായി വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന താരങ്ങൾ ഇന്ന് വില്ലന്മാരായി പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. ഹേമ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന അന്തർനാടകങ്ങളാണ് പുറത്തായത്. വർഷങ്ങളോളം അത് സർക്കാർ രഹസ്യമായി വെച്ചു. ഒടുവിൽ കോടതിയുടെ ഇടപെടലിലൂടെയാണ് അത് പുറത്തു വന്നത്. അതോടെ ഇത്രനാളും അധികാരത്തിൻ്റെയും ആൾബലത്തിൻ്റെയും അമ്മച്ചുമരിൻ്റെയും ബലത്തിൽ നെഞ്ചു വിരിച്ച് നടന്ന നായകന്മാരുടെ പ്രതിനായക പരിവേഷം പുറത്തായിരിക്കുന്നു. ഇവർ സ്റ്റേജ് ഷോ എന്ന പേരിൽ നടത്തുന്ന വിനോദയാത്രകളിലും ലൊക്കേഷനുകളിലും നടത്തിയ സ്ത്രീവിരുദ്ധ നടപടികൾ പലരും ഭയം കൊണ്ട് പുറത്തു പറഞ്ഞില്ല. എന്നാൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി നൽകിയ മൊഴിയും അത് മലയാളത്തിലെ ഒരു പ്രമുഖ നടനു നേരെ വിരൽ ചൂണ്ടിയതുമൊക്കെ നാം കണ്ടതാണ്. തുടർന്ന് ആ നടനു വേണ്ടി അണിനിരുന്ന ആൺതാരങ്ങളെയും നാം കണ്ടിരുന്നു. രാഷ്ട്രീയത്തിലും അധികാരത്തിലും ഇടതുപക്ഷം ചെരിഞ്ഞ് നടക്കുന്നതിൻ്റെ പേരിൽ മാത്രം കയറിക്കൂടിയവർ പലരുണ്ട്. ഇവരൊന്നും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ജീവിതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. ബംഗാളി ചലച്ചിത്ര നടി ശ്രീലേഖ മിത്ര ചിലത് തുറന്നു പറഞ്ഞതോടെ പല മലയാള താരങ്ങളുടെയും നിലതെറ്റി. ശ്രീലേഖ മിത്ര ബംഗാളിലെ CPM സഹയാത്രികയാണ്, ഊർജ്ജസ്വലയായ സാമൂഹ്യ പ്രവർത്തക. തുടർന്ന് പല നടിമാരും തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു തുടങ്ങി. ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക മുഖമാണ് തകർത്തു കളഞ്ഞത്. ആരൊക്കെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചത്? ആരുടെയൊക്കെ പേരുകളാണ് സ്വകാര്യത സംരക്ഷിക്കാനെന്ന പേരിൽ ഒഴിവാക്കിയത്? പ്രമുഖ നടിമാർ നൽകിയ മൊഴിയിലെ വില്ലന്മാർ ആരൊക്കെയാണ്? ലഹരി നൽകിയും ഭീഷണിപ്പെടുത്തിയും ആരൊക്കെയാണ് നടിമാരെ പീഡിപ്പിച്ചത്? ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ ഹേമ കമ്മീഷന് മുന്നിൽ എത്തിയിരുന്നു. അതൊക്കെ കേരള സമൂഹത്തിന് അറിയണം. ആരോപണ വിധേയരായ സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചു കഴിഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി കഴിഞ്ഞ ദിവസം നടത്തിയ ഇടതുപക്ഷ നിലപാട് കേരളം തലകുനിച്ച് നിന്നാണ് കേട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തക്ക സമയത്ത് ഇടപെട്ടതോടെയാണ് സാംസ്കാരിക മന്ത്രിക്ക് വെളിവുണ്ടായതും. ഇതിനെല്ലാം പിന്നിൽ പലതരത്തിൽ ഉന്നതന്മാരുടെ ഇടപെടൽ നടന്നു എന്നതാണ് വാസ്തവം. ഹേമ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയ ഖണ്ഡികയും പ്രസിദ്ധീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന് ധാർമ്മികതയുടെ അംശമെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കണം. സിനിമയിലേക്കെത്തുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചവർ ആരൊക്കെ? അവർ ആരാണെങ്കിലും അത് പുറത്തു വരണം. ആരോപണ വിധേയരായവർ ജനപ്രതിനിധികളും മന്ത്രിയും കൊമ്പും തിടമ്പുമുള്ള വമ്പന്മാരുമായിരിക്കാം. പക്ഷേ അവരുടെ വില്ലൻ വേഷവും മുഖവും പുറത്തു വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും പല പേരുകളും പുറത്തു വരും. സ്ത്രീകൾ തങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തവരുടെ പേരുകൾ പറയുമ്പോൾ ആ താരനക്ഷത്രങ്ങളെ സംരക്ഷിക്കാനാകരുത് സർക്കാർ ശ്രമിക്കേണ്ടത്. അതേസമയം കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന തന്ത്രവുമായി ചിലർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതേക്കുറിച്ചും സർക്കാർ ജാഗ്രത പുലർത്തണം. നിശ്ചയിച്ച അന്വേഷണം എത്രമാത്രം ക്രിയാത്മകമാണെന്നതിനെക്കുറിച്ച് യഥാസമയം വിലയിരുത്തൽ നടത്തണം. മാധ്യമങ്ങൾ ഊഹക്കഥകൾ മെനയുന്നതിനു പകരം വസ്തുതകൾ അന്വേഷിക്കുകയും വേണം. മുഖ്യമന്ത്രിയും CPM ഉന്നത നേതാവുമായ പിണറായി വിജയനാണ് ഇനി ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ആരോപണ വിധേയരായവരെ ചുമക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതുണ്ടായില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും.